കാനഡയിൽ 8 മണിക്കൂർ ചികിത്സ കിട്ടാതെ 8 മണിക്കൂർ ഒരു ഡോക്ടർമാരും തിരിഞ്ഞു നോക്കാതെ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. ആ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അത് ഇന്ത്യക്കാരനാണെന്നാണ് കരുതിയത്, ശരിക്കും അതൊരു മലയാളിയായിരുന്നു. അതിപ്പോൾ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഒരു സംഭവത്തിൽ നമ്മളെല്ലാവരും വേദനിക്കുന്നു. ഒരാൾക്ക് ചികിത്സ കിട്ടാതെ, അതും ഒരു സമ്പന്നമായ ഒരു പരിഷ്കൃത ലോകത്ത്, പരിഷ്കൃത രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. പക്ഷേ അതിനെ അപഹസിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഒരു വംശീയവാദി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ വംശീയവാദം, വർഗീയവാദം ഇതൊക്കെ നമ്മെ എത്രമാത്രം നികൃഷ്ടരാക്കി മാറ്റും എന്നുള്ളതിനൊരു തെളിവായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെന്തിനാണ് ഈ കാനഡയിലേക്ക് വന്നത്? കാനഡയിൽ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് വലിയ മഹത്തായ ഒരു ചികിത്സാ സമ്പ്രദായമൊക്കെ മുംബൈയിലില്ലേ, അവിടെ തുടരാൻ മേലായിരുന്നോ, എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? ഈ രീതിയിലാണ് അയാളുടെ പോസ്റ്റ് വന്നത്. അപ്പോൾ ഇത്തരം ഹീനമായിട്ടുള്ള പോസ്റ്റുകൾ, അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഇൻ്റർനെറ്റിൽ കൂടുതലും പ്രതിഷേധം ഇടുന്നത് നമ്മുടെ ആളുകളാണല്ലോ. അപ്പം നമ്മൾ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള വംശീയ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ അത് അതിശക്തമായിട്ട് തുടരുന്നു. വാസ്തവം പറഞ്ഞാൽ ഇത് കാണുമ്പം, ഇത് നാനാഭാഗത്തു നിന്നുള്ളത് വായിക്കുന്നതുകൊണ്ടാകാം എനിക്ക് കൂടുതൽ അതിൽ അസ്വസ്ഥത തോന്നുന്നത്. ഇത് വായിക്കാതെയൊക്കെ ഇരുന്നാൽ പിന്നെ നമ്മൾ ഇതറിയുന്നില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ പല സംഭവങ്ങൾ പലയിടത്തു നിന്നുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അതൊരു അസ്വസ്ഥതയായി മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും ഈ വാക്കുകളാണ്, ഇന്നത്തെ വാക്കുകളാണ് നാളെ ആക്ഷനായിട്ട് മാറുന്നത്. അതാണ് പിന്നീട് ഓരോരോ അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ ആയി മാറുന്നത്. അല്ലെങ്കിൽ വെറുപ്പും ഈ വിവേചനവും ഇതൊക്കെ ആയി മാറുന്നത്. അതിൻ്റെയൊക്കെ തുടക്കം ഈ വാക്കുകളിൽ നിന്നാണ്. അപ്പം വേറൊരു കക്ഷി പറഞ്ഞിരിക്കുന്നത് മാറ്റ് ഫോർണി എന്നൊരു കക്ഷി, അയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരെ മൊത്തം നാട് കടത്തണം. എന്നിട്ട് അയാൾ പറയുകയാണ് ഇന്ത്യക്കാർക്കെതിരെ ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു. ഈ 2026 അടുത്ത വർഷം ആക്രമണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അത് ആക്രമിക്കുന്നവർ വെള്ളക്കാരൊന്നുമല്ല, കറുത്ത വർഗ്ഗക്കാരും ലാറ്റിനുകളും പാകിസ്ഥാനികളും ഒക്കെയാണ് ആക്രമിക്കാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ, ഇവിടെ വയലൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ സകല ഇന്ത്യക്കാരും സ്ഥലം വിട്ടോണം എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യക്കാരോടുള്ള ആ വൈരാഗ്യവും വിരോധവും ഇത്രമാത്രം എന്ത് കുറ്റകൃത്യമാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അത് അമേരിക്കയിൽ ഒക്കെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കക്ഷി എന്ന നിലയിലാണ് ഇന്ത്യക്കാരെല്ലാം സ്ഥലം വിടണമെന്ന് പറയുന്നതെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയക്കെതിരെ ഈ അക്രമം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതിന് അയക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുക മാത്രമല്ല, അത് ആ പോസ്റ്റ് FBI ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആളുകൾ. ഇത്ര ഹീനമായിട്ടൊക്കെ ആളുകൾ സംസാരിക്കാൻ മാത്രം, ഇത്രയ്ക്ക് മാത്രം എന്ത് ദ്രോഹമാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിറം ഇത്ര വ്യത്യാസമുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റെന്ത് കാര്യമാണുള്ളത്? പ്രധാനമായിട്ടും ഈ H1 വിസയാണെന്ന് തോന്നുന്നു ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം. H1 വിസയിൽ ഒരുപാട് ആളുകൾ വരുന്നു, അതുമൂലം ഇവർക്ക് ജോലി ഇല്ലാതാകുന്നു എന്നുള്ളൊരു ആരോപണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആളുകൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നു. ഈ ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള പല കമ്പനികളുടെ എല്ലാം മേധാവികളായിട്ട് ഇന്ത്യക്കാർ വരുന്നു. അപ്പം എച്ച് എന്നൊരു കമ്പനിയുടെ മേധാവിയായിട്ട് കൃതി ഗോയൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഒരു ഇന്ത്യക്കാരി, അവരാണ് ഈയിടയ്ക്ക് ചാർജ് എടുത്തത്. അപ്പോൾ അവരെപ്പറ്റി ഇയാൾ പറയുന്നത് അവർ അൺക്വാളിഫൈഡാണ്, അവർക്കതിന് യോഗ്യതയൊന്നുമില്ല. അവരാദ്യം ചെയ്യാൻ പോകുന്നത് അമേരിക്കക്കാരെല്ലാം പിരിച്ചുവിട്ടിട്ട് ഇന്ത്യക്കാരെ നിയമിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വെറുപ്പാണ് ഇന്ത്യക്കാരുള്ള മൊത്തം, അവർ ചെയ്യുന്ന എല്ലാത്തിനോടും വെറുപ്പാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഈ കമ്പനികളിലൊക്കെ മേധാവികളായിട്ടിരിക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ കഴിയുമെന്നും എല്ലാം ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പം നമുക്കറിയാം സത്യാനാടല്ല, അദ്ദേഹമാണ് ഏറ്റവും നല്ല ഈ കഴുത്തർപ്പൻ ബിസിനസ്സുകാരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഏതൊരു കാര്യത്തിൽ തൊട്ടാലും നമ്മൾ കാശ് കൊടുക്കണം, എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന രീതിയിലാണ്. പണ്ട് കാലത്തൊക്കെ ഒരു മൈക്രോസോഫ്റ്റ് വേഡോ ഒക്കെ നമ്മളിങ്ങനെ മേടിച്ചാൽ അത് നമ്മുടെ സ്വന്തമായി, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇന്നിപ്പം അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുന്നു, ഓരോ മാസവും നമ്മൾ കാശ് കൊടുക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും സുന്ദർ പിച്ചയാണ് കുറച്ചുകൂടെ ഭേദമെന്ന് എനിക്ക് തോന്നുന്നു. ഗൂഗിളിൻ്റെ അത്രയ്ക്ക് പടത്തോടുള്ള ആർത്തി കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സത്യാനാടല്ല ആ ChatGPT വന്നപ്പോൾ അതൊരു നോൺ പ്രോഫിറ്റ് സംരംഭമായിരുന്നു. എലോൺ മസ്ക് ഒക്കെ കൂടിയാണ് തുടക്കമിട്ടത്. പക്ഷേ അത് സത്യാനാടെല്ലാം അങ്ങോട്ട് വാങ്ങുകയും മൈക്രോസോഫ്റ്റിൻ്റെ ആക്കുകയും ചെയ്തു. അതൊരു ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഒരു കമ്പനിയായി മാറുകയും ചെയ്തു. അതൊരു വലിയ വൻ വിജയമായി മാറുകയും ചെയ്തു. അങ്ങനെ ആ കച്ചവട തന്ത്രത്തിൽ ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെളിവാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളുണ്ടെങ്കിലും ഇന്ത്യക്കാർ ഇവിടുത്തുകാരല്ല, ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം,
നിങ്ങൾക്കെതിരെ ആക്രമണം വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ വിമർശനങ്ങൾ ഉയരുന്നത്, ഈ വർഗീയവാദികൾ പറയുന്നത്. അപ്പോൾ അതാ നിക്കി ഫ്യൂവൻഡസ് എന്ന് പറഞ്ഞ ആ കക്ഷിയും അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജെ ഡി വാൻസ്, വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ ഭാര്യ ഉഷാ വാൻസ് അവർ ഇന്ത്യക്കാരിയായതുപോലും ഒരു കുറ്റകൃത്യമായിട്ടൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് വെള്ളക്കാരോടുള്ള ഒരു ട്രൈറ്റർ, ആ പിന്നെ വൈറ്റ് സംസ്കൃതിയോടുള്ള ഒരു ട്രൈറ്ററാണ് പിന്നെ അങ്ങനെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നീചമായ ചിന്താഗതികൾ, ഭാര്യ നമുക്കറിയാം ഈ ജെ ഡി വാൻസ് ഒരു ഇന്ത്യക്കാരിയെ വിവാഹം കഴിച്ചു, അദ്ദേഹത്തിന് ഒരു വെള്ളക്കാരിയെ കിട്ടിയാലായിരുന്നിട്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ താല്പര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പോലെ ഒരു അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റം അമേരിക്കയിലില്ല. അമേരിക്കയോടൊരു ഏറ്റവും നല്ലൊരു കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ഒരാളോട് സ്നേഹം തോന്നുക, ആ സ്നേഹത്തിൻ്റെ പേരിലാണ് വിവാഹം, അല്ലാതെ ആ കുടുംബം നോക്കിയിട്ടോ അല്ല അവരുടെ പണം നോക്കിയിട്ടോ ഇതൊന്നും നോക്കിയിട്ടല്ല വിവാഹം. മിക്കവാറും അമേരിക്കയിലുള്ള വിവാഹങ്ങളെല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ജെ ഡി വാൻസിൻ്റേതും. അപ്പോൾ ഇന്ത്യക്കാർ നമ്മൾ വലിയ പൊങ്ങച്ചം പറയുമെങ്കിലും നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലല്ല, കുടുംബം നോക്കി, ആളെ നോക്കി, കാശ് നോക്കി ഇങ്ങനെയൊക്കെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പം അക്കാര്യത്തിൽ അമേരിക്കൻ സംസ്കാരമാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടത്. ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് സ്നേഹമുള്ള ആളെ നമ്മൾ വിവാഹം കഴിക്കുന്നു. അപ്പം ജെ ഡി വാൻസ് അക്കാര്യത്തിൽ ചെയ്ത എത്രയോ നല്ലൊരു ഉദാഹരണം, നല്ലൊരു കാര്യമാണ്. അതിനെയൊക്കെയാണ് നിന്ദ്യമായിട്ട് വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള വർഗീയവാദികൾ. അപ്പോൾ ആ വർഗീയവാദികൾ വിമർശനം എല്ലാ കാലത്തും ഉണ്ടാകും നമുക്കറിയാം. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അത് എന്തായി തീരുമെന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്കയാണ് എന്നെപ്പോലുള്ളവർക്ക്. കാരണം ഇന്ന് വാക്കുകളാണ്, നാളെ അത് കയ്യാങ്കളിയിലേക്ക് മാറുന്ന സ്ഥിതി വരും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാകുമ്പോൾ നമ്മളൊക്കെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അത് സഫർ ചെയ്യേണ്ടി വരിക. കാരണം ശക്തി കൂടിയവരെ ആക്രമിക്കാറില്ല, ശക്തി കുറഞ്ഞവരെയാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു കോട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാവപ്പെട്ട മനുഷ്യർ ഈ റബ്ബർ പന്ത് പോലെയാണ്. ഇപ്പോൾ ഈ റബ്ബർ പന്ത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രസരിപ്പുള്ളവർക്ക് ഒരു തൊഴി കൊടുക്കാനായിട്ട് തോന്നും. അപ്പോൾ അതുതന്നെ, അപ്പോൾ ഈ ദുർബലരായ ആളുകൾക്ക് നേരെ ഒരു തൊഴി കൊടുക്കാനായിട്ട് ഈ ശക്തിയുള്ളവർക്ക് തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുണ്ടാവരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ നിലപാടുകളിലും മാറ്റം ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആധിപത്യം നേടാനോ ഒക്കെ ഉള്ളൊരു ശ്രമമുണ്ടെന്ന്, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത് തന്നെ ശരിയല്ല. ഇപ്പം ഈ മാംദാനിയുടെ പിതാവ് പ്രൊഫസർ മഹമ്മൂദ് മാംദാനി പറയുന്നത് ഈ ഉഗാണ്ടയിൽ നിന്ന് ഇന്ത്യക്കാരെ അടിച്ചോടിച്ചു, അയാൾ അടിച്ചോടിക്കുകയാണ് ചെയ്തത് ഇദി അമീൻ. അപ്പോൾ അന്ന് വരെ അവിടുത്തെ സ്വത്തുക്കളും ബിസിനസ്സുകളും എല്ലാം ഈ ഗുജറാത്തികളുടെ കയ്യിലായിരുന്നു. അപ്പം ഇയാൾ അടിച്ചോടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം പല വിധത്തിലേക്ക് പല നാടുകളിലേക്ക് സ്ഥലം വിട്ടു, അമേരിക്ക അടക്കം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തുകാർക്ക് ബിസിനസ്സിലും പൈസയിലും ഒക്കെ അവർ രക്ഷപ്പെടാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ അമേരിക്കയിലുണ്ടോ? ഓരോ കാര്യങ്ങളും നമ്മുടെ കുത്തകയാക്കി വെക്കുന്നൊരു അവസ്ഥയുണ്ടോ? അതേപ്പറ്റി നമുക്ക് വരും ദിനങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഹോട്ടൽ മോട്ടൽ വ്യവസായങ്ങൾ, ഫ്രാഞ്ചൈസുകൾ, ഇതെല്ലാം നമ്മുടെ ആളുകൾ കൈയടക്കി വെക്കുന്നു. എന്നിട്ട് ഈ സമൂഹത്തിനൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല, എല്ലാം കുത്തിവാരിക്കൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹമായിട്ടൊരു മിണ്ടാട്ടം പോലുമില്ല, ഇവിടുത്തെ ആളുകളുമായിട്ട് അയൽവക്കംകാരുമായിട്ടൊരു മിണ്ടാട്ടം പോലുമില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല, നമ്മൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളുമൊന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. വരും ദിനങ്ങളിലൊക്കെ നമുക്ക് ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം എന്ന് തോന്നുന്നു.